ദൈവം ആത്മാവാണ്. So but the Bible tells us that God is spirit. Yes. ദൈവം ആത്മാവ് മുഖേനയാണ് ഭൂമിയിലുള്ള സകല പ്രവൃത്തികളും ആത്മാവ് മുഖേനയാണ് ദൈവം ചെയ്യുന്നത്. God is doing everything on the earth through the Holy Spirit. ആത്മാവിനെ കൂടാതെ ഒരു പ്രവൃത്തിയും ഭൂമിയിൽ ദൈവം ചെയ്യുന്നില്ല. God does not do anything without the Holy Spirit on the earth. ആത്മാവാണ് ഓരോ വ്യക്തികളെയും രൂപപ്പെടുത്തുന്നതും വിശദീകരിക്കുന്നതും. Yeah, it is the Holy Spirit who transforms people and sanctifies people. ആത്മാവിനെ നമ്മൾക്ക് തന്നിട്ടാണ് ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി പഠിപ്പിക്കുന്നത്. God gives us the Holy Spirit and teaches us about the kingdom of God personally. ആത്മാവ് മുഖേന മാത്രമേ സ്വർഗരാജ്യത്തിന്റെ സകല കാര്യങ്ങളും നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. Only through the Holy Spirit we can come to know the mysteries of the kingdom of God. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, and that is why Jesus said, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ മാത്രമേ. Yeah, it is good that I go to heaven. Only if I go to heaven, പോയാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ സ്വർഗം ഭൂമിയിലേക്ക് അയക്കുകയുള്ളൂ. If only I go to heaven, only the Holy Spirit come upon you. എങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ നയിക്കപ്പെട്ടാൽ മാത്രമേ മനുഷ്യർക്ക് സ്വർഗരാജ്യത്തെ കുറിച്ച് വെളിപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. Only the Holy Spirit comes into us, only we can manifest the kingdom of God, or we can reveal the kingdom of God to others. അതിനാണ് ഇപ്രകാരം ഒരു പദ്ധതി ദൈവം ഒരുക്കി വെച്ചത്. That is why God created a plan like this. തന്റെ രാജ്യത്തെ കുറിച്ച് മനുഷ്യ മക്കളെ പഠിപ്പിക്കണം എന്നാണ് ദൈവത്തിന്റെ അതിയായ ആഗ്രഹം. It is the great desire of God that we should teach people about the kingdom of God. അതിന് മനുഷ്യൻ ബലഹീനരാണ്. Man is always weak persons. തന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ അവിടുത്തെ പദ്ധതികളും ഓരോ വ്യക്തികളിലേക്കും രൂപപ്പെടുത്താനും പ്രകടമാക്കാനും പിതാവാൻ ദൈവത്തിന് സാധ്യമാകുകയുള്ളൂ. Only when we receive the Holy Spirit, only God can strengthen us, guide us, reveal to us about the kingdom of God, and do many things in our life. ഈ രക്ഷാകര പദ്ധതി നമുക്ക് ഒരുക്കി തന്നത് യേശു ക്രിസ്തുവാണ്. This salvation was created and prepared for us by Jesus Christ. അവന്റെ ജീവന്റെ വിലയാണ് ആത്മാവിനെ നമുക്ക് നൽകപ്പെട്ടത്. The reason why we receive the Holy Spirit is because the cost is his own life, that he died on the cross of Calvary. നമുക്ക് ഒരു വചനം വായിച്ചു കേൾക്കാം. യോഹന്നാൻ 14:15. Yeah, John 14 verses 15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. If you love me, you will keep my commandments. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. And I will ask the Father, and he will give you another advocate to be with you forever. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. This is the Spirit of truth, whom the world cannot receive, because it neither sees him nor knows him. You know him, because he abides with you, and he will be in you. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും.
I will not leave you orphaned. I am coming to you. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. In a little while the world will no longer see me, but you will see me, because I live, you also will live. ആമേൻ. 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. The Lord said, if you love me, you will obey my commandments. ഈ കൽപ്പന പാലിക്കാൻ പരിശുദ്ധാത്മാവ് മുഖേനയെ നമുക്ക് സാധ്യമാകുകയുള്ളൂ. So to obey the commandments, we need the help of the Holy Spirit, and only through the Holy Spirit can we obey the commandments. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും. That is why Jesus said, after I go to heaven, the helper, the Holy Spirit, come into your life. അവൻ വന്നു കഴിയുമ്പോഴാണ് നമ്മളെ പല രീതിയിലാണ് സഹായിക്കുന്നത്. പ്രാർത്ഥിക്കാൻ മാത്രമല്ല. When he comes into us, he will help us in different ways. Not only prayer, but through various ways he will help us. അത്തരത്തിൽ നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾക്ക് ഓരോ വ്യക്തികളും ഈ സഹായം എനിക്ക് തന്നിരിക്കുന്നത് ഒരു കുറച്ചു നേരം പ്രാർത്ഥിക്കുമ്പോൾ മാത്രമുള്ള സഹായമല്ല. This help comes not only while we are sitting and praying. ഈ സത്യാത്മാവിനെ സ്വീകരിച്ച ഏതൊരു വ്യക്തിയും, anyone who has received the spirit of truth, അവന്റെ സകല പ്രവൃത്തികളിലും അവനെ സഹായിക്കേണ്ടതിനാണ് സ്വർഗം പരിശുദ്ധാത്മാവിനെ ആ വ്യക്തിയിലേക്ക് അയക്കുന്നത്. So the reason why the Holy Spirit is given to us is because he's been given to us to help us in everything. അവൻ എന്ത് ജോലി ചെയ്യുന്നുവോ ആ ജോലിയിൽ അവനെ സഹായിക്കും. So no matter what work you are doing, that work, the Holy Spirit will help you. ഞാനൊരു വളരെയേറെ വെയിറ്റ് ഉള്ള ഒരു സാധനം എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതെനിക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ആ സാധനത്തിന്റെ വെയിറ്റ് എനിക്ക് കുറച്ചു തരും, അല്ലെങ്കിൽ എനിക്ക് ശക്തി കൂട്ടിത്തരും. If I have to lift something which is heavy and I'm not able to do, the Holy Spirit will either reduce the weight of that thing or he will help me to lift that thing. ഇത്തരത്തിലാണ് ദൈവം ഓരോ വ്യക്തിയെയും സഹായിക്കുന്നത്. This is how the Holy Spirit helps each and every person. ഇതിനെല്ലാം സാരാംശമായി എന്റെ ആത്മാവിനെ പരിശുദ്ധിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം. The end reason is that the duty of the Holy Spirit is to sanctify and purify our soul. ഞാൻ വ്യത്യസ്തമായ ജോലി ഭൂമിയിൽ ചെയ്ത് പല പ്രവൃത്തികളും ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്ന് പറയുന്നത് എന്റെ ആത്മാവിനെ പരിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. No matter what work we are doing on earth, no matter what responsibility we have to do on earth, the responsibility of the Holy Spirit is to, no matter what work we are involved with, the responsibility is to purify our spirit. ഒരു വ്യക്തിയെയും ഒരു സ്വിച്ചിട്ടതുപോലെ പരിശുദ്ധാത്മാവ് പവിത്രീകരിക്കുന്നില്ല. Like we on switch, in the same way, the Holy Spirit does not purify anybody. അനുദിന ജീവിതത്തിലാണ് പരിശുദ്ധാത്മാവ് ഓരോ ദിവസവുമാണ് നമ്മളെ പവിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. Every day after day, the Holy Spirit continues to purify us. അല്ലായെങ്കിൽ ദൈവശക്തി എന്നിൽ അങ്ങനെ അല്ലാത്ത രീതിയിൽ പ്രകടമായാൽ മനുഷ്യന് ഇത് താങ്ങാനായിട്ട് സാധ്യമല്ല. If we are not purified and the power of God, when the power of God will manifest in us, we will not be able to contain the power of God in our lives. അതുകൊണ്ടാണ് യേശു പറഞ്ഞ 10 സൂര്യനേക്കാൾ 10 മടങ്ങ് പ്രകാശമേറിയതാണ് കർത്താവിന്റെ ഗ്ലോറി എന്ന് പറയുന്നത്. And that is why the Bible tells us that God's eyes are 10,000 times brighter than the sun. ആ പരിശുദ്ധാത്മാവിനെയാണ് എന്റെ ആത്മാവിലേക്ക് ദൈവം അയക്കുന്നത്. So that Holy Spirit comes into us and remains in our spirit.
ആ പരിശുദ്ധാത്മാവും എന്റെ ആത്മാവും കൂടെ ഒന്നു ചേർന്നാണ് ഭൂമിയിലെ ദൗത്യം പൂർത്തീകരിക്കുന്നത്. So that Holy Spirit and my spirit, then we become one and we continue to do what God has given us to do and we complete that work. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. That's what Jesus said, if you love me, you'll obey my commandments. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നാം സ്വമേധയാ യേശുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ നിർബന്ധിതരാകും. So when the Holy Spirit is given freedom to work in us, He will automatically, we'll obey, the Holy Spirit will work in us to obey the word of God. ഓരോ വ്യക്തിയും വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അങ്ങനെ ജീവിക്കാൻ ഈ കൽപ്പനകൾ പാലിച്ചു തുടങ്ങുമ്പോഴാണ് പിതാവിനോട് പുത്രൻ അപേക്ഷിക്കുന്നത്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്ക് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യുമെന്ന് ഈ വചനം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. Yeah, so when we start obeying the commandments of the Lord, that is the time when Jesus will tell the Father to give us that fullness of the Holy Spirit in our life. ഫസ്റ്റ് കൽപ്പനകൾ പാലിക്കണം. First thing what we need to do, we need to obey the commandments of God. അങ്ങനെ യേശു നമ്മൾ കൽപ്പനകൾ പാലിക്കുന്നുവെന്ന് നമ്മുടെ ഹൃദയത്തെ നോക്കി കാണുമ്പോഴാണ് പിതാവിനോട് ആ അപേക്ഷ ഉണ്ടാകുന്നത്. So when Jesus sees that we are obeying the commandments, and that is the time the prayer of Jesus goes to the Father to release the fullness of the Holy Spirit in our life. ഒരു വ്യക്തിക്കും സ്വമേധയാ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ ചോദിച്ചു വാങ്ങുക അസാധ്യമാണ്. It is not possible for any person to ask the Father for the Holy Spirit. യേശുവിന്റെ ജീവന്റെ ദാനമാണ് ഈ പരിശുദ്ധാത്മാവ്. So we need to understand that the cost of the Holy Spirit is the life of Jesus, that He died on the cross of Calvary. ഈ വചനം നമ്മളോട് പറയുന്നു, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. So the word of God tells us the world cannot receive the Holy Spirit. കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. The reason is because the world cannot see, neither know the Holy Spirit. അത് എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു. But you know them. You know them. That's what the Lord said to the apostles. ഇതിന്റെ കാരണം ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി കണ്ടാൽ പെട്ടെന്ന് അവന് ഈ കാന്തവും ഇരുമ്പും ആകർഷിക്കുന്നത് പോലെ ഒരു ആകർഷണീയത ഉണ്ടാകും. Yeah, so the reason is because when somebody who has the Holy Spirit will be able to recognize another person who has the Holy Spirit. It's like a magnet. When it sees another iron or magnet, it attracts, In the same way, when you have the Holy Spirit in you, and when you see somebody else with the Holy Spirit, you will get drawn, attracted, and you'll come to know that the person has the Holy Spirit. ആമേൻ. ഇത് ഏത് ഭാഷയായാലും ഏത് രാജ്യമായാലും പരിശുദ്ധാത്മാവിന് ബാധകമല്ല. So it doesn't matter which nation you belong to, what language you're talking. This is the fact that we have to believe, and it doesn't affect the Holy Spirit no matter what language or the nation. It's all equal. അങ്ങനെ പരസ്പരം കാണുമ്പോൾ നമ്മൾ സംസാരിക്കണമെന്നില്ല, നമ്മളുടെ ആശയങ്ങളെ പരിശുദ്ധാത്മാവ് പരസ്പരം കൈമാറും. Yeah, sometimes when we meet people, even though we don't talk also, the Holy Spirit can take our ideas and give it to them. എനിക്ക് അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലിരിക്കുമ്പോ ആ ഇംഗ്ലീഷ് ഭാഷ എനിക്ക് എന്റെ വ്യക്തിപരമായിട്ട് എനിക്ക് പല തവണയും മനസ്സിലായിട്ടുണ്ട്. കർണാടകത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ കർണാടകത്തിലെ അത് നമുക്ക് മനസ്സിലാവുകയാണ്. I have had this experience. I've seen when we go to some prayer meeting and people pray in English, I can understand what they are praying. And when I've gone to Karnataka and when the prayer group they are praying in Kannada, I've understood what they are praying in Kannada. ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. So in this situation, so not the one who's helping us is the Holy Spirit who is abiding within us.
ഹാലലൂയ. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് ഹാലലൂയ അറിയില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു. കാരണം അവൻ നിങ്ങളോട് ഈ അതിന് കാരണം അവൻ നമ്മളോടത്ത് വസിക്കുന്നു എന്നുള്ളതാണ്. The reason is because we have to understand that he's dwelling with us. 18 തിരുവചനം 18 വചനം പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. And the verse says here below that I will not leave you orphan. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞ് why did the word of God tell us that I will not leave you orphan? ലോകപ്രകാരം ഞാൻ പല അവസ്ഥയിലും പല മേഖലകളിലും അനാഥനായി ഇരിക്കേണ്ടതുണ്ട്. അങ്ങനെ എനിക്ക് ഭൂമിയിൽ സംഭവിക്കും. And when you're on earth, many times you'll be like an orphan person. And sometimes we have to live as an orphan person. കാരണം ലോകത്തിൽ നിന്ന് യേശു നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. The reason is because Jesus has called us out of the world. ലോകപ്രകാരം ജീവിക്കുന്ന ഈ അനാഥത്വം പേറേണ്ടി വരികയില്ല. When you're living according to the world, you will not feel that you are an orphan. ഇത് നമുക്ക് സ്പെഷ്യൽ വിളി ലോകത്തിൽ നമ്മൾ വിളിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ലോകം നമ്മളെ സ്വീകരിക്കുകയില്ല. And because we are called out of the world and separated, the world will find very difficult to accept us. അതുകൊണ്ടാണ് യേശു പറയുന്ന വാഗ്ദത്ത വചനമായി ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. So that is why the Lord is saying, I will not leave you orphaned. ലോകപ്രകാരം നീ എത്ര അനാഥത്വം പേറിയാലും എപ്പോഴും സദാസമയം ഞാൻ നിന്നോടുകൂടി ആയിരിക്കും. Yeah, no matter how much you feel as if you are an orphan, remember that I am with you all the time. അങ്ങനെയാണ് യേശു നമ്മളെ ബലപ്പെടുത്തുന്നത്. ഈ വാഗ്ദത്ത വചനം നിന്ന് അങ്ങനെയാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. And that is how the Lord strengthens us by his promises. അത് എന്തോ പറ്റിയെന്ന് ബ്രദറെ ക്ലിയർ ചെയ്യോ? ഹലോ, ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ എന്തോ നെറ്റിന്റെ ഒരു പ്രോബ്ലം വന്നായിരുന്നു തോന്നി. ഓക്കെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നമ്മൾ അനാഥരായി വിടാതിരിക്കാനാണ്. പരിശുദ്ധാത്മാവിനെ നമ്മളോട് കൂടെ ആയിരിക്കേണ്ടതിനാണ് യേശു അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ ഹല്ലേലൂയ, സ്തോത്രം. Hallelujah. So I hope you understood what Brother said. When we come out of the world, we will feel orphaned many times. And that is why the Lord said, I will not leave you orphaned. That is the reason why the Lord said that. Because he said, I will be with you and I will strengthen you and my promises will be there for you and I will not allow you to be orphaned. ഓക്കെ ബ്രദറെ. Yes. ഈ അതായത് നമ്മളെ വിളിച്ച് ഹല്ലേലൂയ നമ്മളെ വിളിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് നമ്മൾക്ക് ലോകത്തിൽ വേർപാടുണ്ടാകുന്നത്. വേർപാട് എന്ന് പറഞ്ഞ മീൻസ് അനാഥരാകുന്നത്. So when we are led by the Spirit of God and we are led by the Holy Spirit, that is the time we become orphaned. നമ്മള് ഭവനത്തിലുള്ളവരും നമ്മളെ പുറന്തള്ളി കളയും. എന്റെ വീട്ടിലുള്ളവരായിരിക്കും എനിക്ക് ശത്രുവായി മാറുക. When the people at home also will push us out, and it can be that our family, our relatives will be our enemies. നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തികളായിരിക്കും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തള്ളിക്കളയുന്നത്. Yeah, so there are times that even those who were standing and helping us, they will also leave. ഇതിന്റെ എല്ലാം പശ്ചാത്തലം ഞാൻ ഇവിടെ താൽക്കാലികമായി മാത്രമാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. So this is what we have to understand, that we are here temporary on the earth. Our life is very temporal on the earth. എന്റെ ലക്ഷ്യം പൂർണ്ണമായും എന്റെ ലക്ഷ്യം ഞാൻ സ്വർഗരാജ്യം പ്രാപിക്കണം എന്നുള്ളതാണ്. My whole aim is that I need to receive
and receive the kingdom of God. That is our aim. So the life on earth is temporal. What is the actual aim is to make kingdom of God our own. ഇതാണ് ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം. This is the desire of the Holy Spirit for each one of us. ഞാൻ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു, എത്ര കഷ്ടം അനുഭവിച്ചു എന്നുള്ളതല്ല, നിത്യത എനിക്ക് പ്രാപിക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ് ആത്മാവ് എന്റെ ഉള്ളിലിരുന്ന് നോക്കുന്നത്. The question is not, the question is not how you lived on the earth. The question is, could you make eternity your own? That is what the Holy Spirit is. ഇതിനു വേണ്ടി പല പ്രാവശ്യം ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് മാറ്റിക്കൊണ്ടിരിക്കും. And for this purpose, for making eternity your own, the Holy Spirit will keep changing our lives. എന്റെ ബലഹീനത കൊണ്ടോ എന്റെ അശ്രദ്ധ കൊണ്ടോ ഇത് നഷ്ടപ്പെടുത്താൻ വേണ്ടി പല പ്രാവശ്യം നമ്മൾക്ക് അബദ്ധം പറ്റും, തെറ്റുകൾ പറ്റും. Maybe by mistake or deliberately, sometimes we make mistakes, so that we come to realize that the eternity has to be our aim. അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് വേദനിക്കുകയും നമ്മളെ ക്ലിയർ ചെയ്യുവാൻ, കറക്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. So whenever we have this kind of shortcomings, when we fall short of eternity, the Holy Spirit always desires to correct us and bring us back to the right track. നമ്മളെ ഒരിക്കലും പരിശുദ്ധാത്മാവ് ഉപേക്ഷിക്കുകയല്ല. The Holy Spirit does not leave us. വിശുദ്ധിയുടെ ആത്മാവായതുകൊണ്ട് അശുദ്ധിയിൽ ജീവിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വേദനിക്കുന്നത്. Why he becomes sad is because he is the Holy Spirit. So when you are having a spirit of unholiness in you, that is why the Holy Spirit becomes sad. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. And that is why we were told not to make the Holy Spirit sad. ദൈവമായിരുന്നിട്ടും ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ മനുഷ്യ ഇച്ഛയിൽ പരിശുദ്ധാത്മാവ് വേദനിക്കുക തന്നെ ചെയ്യും. In your class, Avartika, brother? പരിശുദ്ധാത്മാവ് ദൈവമായിരുന്നിട്ടും മനുഷ്യന്റെ ഇഷ്ടം കൊണ്ട് നമ്മളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് വേദനിക്കുക തന്നെ ചെയ്യും. Yeah, even though God is the Holy Spirit and he remains in us, because of our actions he becomes sad. മനുഷ്യന്റെ ഇഷ്ടത്തെ ദൈവം തള്ളുകയില്ല. Man will not push away our desires. അതുകൊണ്ടാണ് യോഹന്നാന്റെ ഫസ്റ്റിലത്തെ നമ്മൾ യോഹന്നാൻ 14:15 പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കണം. അത് That's why the Lord said, if you love me, you'll obey my commandments. ഏത് വ്യക്തിയും പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന് ശേഷവും നമ്മൾക്ക് കൽപ്പന പാലിക്കാതിരിക്കാനായിട്ട് സാധിക്കും. Even people after receiving the Holy Spirit also may not obey the word of God, the commandments of God. ആ ആത്മാവിനെ സ്നേഹിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിലേക്ക് ചേർന്ന് ഓരോ ദിവസവും ചേർന്ന് പോകുന്നത്. So the one who loves the Holy Spirit will remain attached to him, and little by little he'll get closer to the kingdom of God. ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മൾക്ക് തന്നിട്ട് നമ്മളോട് പറയുന്നത് എന്റെ കൽപ്പന പാലിക്കുക. So God gives us the Holy Spirit and tells us, obey my commandments. ഏത് ശുശ്രൂഷയിലാണോ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമുള്ളത്, ആ ശുശ്രൂഷയിലേക്കാണ്, ആ പ്രവൃത്തിയിലേക്കാണ് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. So in anything that we need help, that is where the Holy Spirit comes and helps us. നമ്മൾക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് എപ്രകാരം വേണേലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. The way the Holy Spirit has given to us can be used in very different ways. ഞാൻ ഉറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് വചനപ്രഘോഷണം ചെയ്യാൻ പറ്റും, മറ്റേ ശുശ്രൂഷകൾക്കായിട്ട് ഉറങ്ങുമ്പോൾ പോലും ചെയ്യാനായിട്ട് സാധിക്കും. Even while sleeping also I can do the ministries of God. അത്തരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ പലരും ഇതിലുണ്ടാകും. And there may be many among us who will be, while sleeping, you are ministering to God.
24 മണിക്കൂറും നമ്മളിൽ നിന്നും പ്രവർത്തിക്കാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. So Holy Spirit desires to work through us 24 hours. ഒരു നിമിഷം പോലും ഭൂമി ലോകപരമായിട്ടല്ല, സ്വർഗീയപരമായി ലോകപരമായിട്ട് ഒരു നിമിഷം പോലും കളയാതെ സ്വർഗീയപരമായി ജ്വലിക്കുവാനായിട്ടാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. The Holy Spirit desires that we should not waste our time with the worldly efforts, but with the Holy Spirit desires that every time, every minute, we keep ourselves ablaze in the Spirit. ഈ ആഗ്രഹം തന്നെ മനുഷ്യനും ഉണ്ടാകണം, മനുഷ്യാത്മാവിനും ഉണ്ടാകണം. So this desire also should be with us also. We should also desire to remain ablaze for the Lord all the time. ഇപ്രകാരം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് അധികമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി, സ്വർഗശക്തി പ്രകടമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. So the one who desires to be always ablaze for the Lord 24 hours, more and more power of God will come into their lives. More and more power of God will function in their lives. പിതാവ് ഓരോ വ്യക്തികളെയും നോക്കുകയാണ്, തന്റെ പരിശുദ്ധാത്മാവിനെ നൽകി ഇവന്റെ ഇച്ഛ എന്താണെന്നുള്ളത്, ഇഷ്ടം എന്താണെന്നുള്ളത്. So God the Father is seeing, He's given the Holy Spirit to us and is seeing what are your desires inside you. ഞാൻ ഇവന് പരിശുദ്ധാത്മാവിനെ അധികം നൽകിയാൽ ആത്മാക്കളെ നേടുകയാണോ ഇവന്റെ ആഗ്രഹം? If I give you more of the power of the Holy Spirit, will you work to save souls? This is what the Lord is watching over us. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ അധികമായി തരുവാൻ പിതാവാം ദൈവം ആഗ്രഹിക്കുകയാണ്. So these are the times when God wants us to give more and more of the Holy Spirit in our life. എന്തിനു വേണ്ടി എന്നാൽ ഈ ലോകം, അതായത് ഇതിന്റെ അവസാന ഘട്ടത്തിലാണ് ലോകത്തിന്റെ യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അന്ത്യകാലത്തിന്റെ അവസാന നാളുകളിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. We are in the end times. Jesus has spoken many prophetic things about the end times. We have to understand we are going through the end times now. നമ്മൾ ഈ ലോകപരമായി നമ്മൾ കേൾക്കുന്നതെല്ലാം ശിഷ്യരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കേൾക്കുന്നത്. So all that we are listening now, all that is happening around the world, these things were all told to the disciples by Jesus himself. ഇതെല്ലാം കാണുമ്പോൾ ദൈവമക്കളായ നമ്മൾ പരിശുദ്ധാത്മാവിനെ അധികമായി സ്വീകരിച്ച് അന്ത്യകാലത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് മൂവ് ചെയ്യേണ്ടതുണ്ട്. We all of us have to receive more of the Holy Spirit in our life and be ready to move in this end time ministry. ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിനെ അധികമായി പ്രാപിക്കണം എന്നാണ് ആത്മാവിന്റെ വാഞ്ച. The desire of the Holy Spirit is that we should receive more and more of Him. Hallelujah. Hallelujah. ഈ അല്പകാലം കൂടി ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാവും, അതിനുശേഷം നിങ്ങൾ എന്നെ കാണുകയില്ല. കാരണം ഭൂമിയിൽ അതായത് നമ്മള് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 19-ാം തിരുവചനമാണ് വായിച്ചത്. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഇത് ശിഷ്യന്മാരോട് പറഞ്ഞത്. The world will no longer see me, but you will see me because I live, you also will live. ഇത് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളാണ് എന്നെ ഭൂമിയിൽ കാണിച്ചു കൊടുക്കേണ്ടത്. ഓരോ വ്യക്തികളും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ള അവൻ അവകാശിയാണ്. പുത്രനെ കാണിച്ചു കൊടുക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. See, on earth, all of us have received an authority and inheritance to show Jesus on the earth. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ കാണും, എന്നാൽ ലോകം എന്നെ കാണുകയില്ല. That's why Jesus said, you will see me, but the world cannot see me. നിങ്ങൾ എന്നെ കാണുകയും നിങ്ങൾ എന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടവരാണ്. Yeah, you will see me and you will show me to the world. അതിനു വേണ്ടിയാണ് ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. ഞാൻ സ്വർഗത്തിലായിരിക്കും, നിങ്ങൾ ഭൂമിയിലായിരിക്കും.
That is why I am going to heaven. I will be in heaven and you all will be on the earth. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നിയമം പാലിക്കുന്ന ഓരോ വ്യക്തികളും പുത്രനെ കാണിച്ചു കൊടുക്കണം പല വഴിയായി. All those who have received the Holy Spirit, you must show others Jesus in different ways. You need to show Jesus to others. അതുകൊണ്ടാണ് യേശു പറഞ്ഞേ വിളവോ അധികം വേലക്കാരോ ചുരുക്കം. And that is why the Lord said, laborers are few, but the harvest is much, but the laborers are few. വിളവിന്റെ നാഥനോട് നിങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ട് യേശു ക്രിസ്തു പ്രഖ്യാപിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. So this is the reason why Jesus said, pray to the Lord of the harvest. ലോകത്തിലെ ഓരോ വ്യക്തികളെയും ക്രിസ്തുവിനെ കാണിക്കുമ്പോൾ നമ്മൾ വേലയ്ക്ക് ആളെ ചേർക്കുകയാണ് ചെയ്യുന്നത്. So when we show others Jesus, what are we doing? We are making way for them to become laborers of the kingdom of God. ആത്മാവിനെ നമ്മൾക്ക് തരുന്നത് ഓരോ വ്യക്തിയുടെയും ഉള്ളിലിരിക്കുന്ന അവന്റെ അകത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. അത്തരത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ വീണ്ടെടുക്കുന്നത്. Yeah. So the Holy Spirit continues to reveal his many things which are in our heart, and then that is how he makes each and every person his own. അതുകൊണ്ടാണ് ഓരോ വ്യക്തിയെ കാണുമ്പോഴും അവന്റെ ആത്മാവിലേക്ക് നമ്മുടെ ആത്മാവ് കണക്ട് ആകുന്നത് ആ വ്യക്തിയെ നേടുവാനായിട്ട്. Yeah, that is why when we see different kinds of people, to make them God's own, we become one in the spirit with them, so that we can make them God's own. മനുഷ്യ ഹൃദയങ്ങളെ പരസ്പരം മറച്ചു വെച്ചിരിക്കുകയാണ് ദൈവം. Yeah, what has happened is many of our hearts are closed. എന്നാൽ പരിശുദ്ധാത്മാവ് ഉള്ളവന് അത് ഓപ്പൺ ആക്കി കൊടുക്കും ദൈവം. So one who has the Holy Spirit, God will allow the hearts to be open to that person. അതുകൊണ്ടാണ് വ്യത്യസ്ത വരങ്ങൾ ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് നൽകുന്നത്. So that is why God gives different charisms to people. ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം നാം സ്വർഗത്തിലെത്തുക എന്നുള്ളത് മാത്രമാണ്. So the foundation reason is that we have to reach heaven. ഈ വേല ചെയ്യുന്ന ഓരോ വ്യക്തികളും അറിയേണ്ടത് ഞാനും എത്തണം, എന്നിലൂടെ പലരും എത്തണം എന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. So all of us need to understand we have to reach heaven. Not only we, through others, many have to reach heaven. അതുകൊണ്ടാണ് ഞാൻ ലോകത്തിലായിരിക്കില്ല, നിങ്ങൾ ലോകത്തിലാണെന്ന് വചനം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. That's why the Lord said, I will not be in this world, but you will be in this world. സ്വർഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആത്മാവ് മുഖേന നിങ്ങൾക്ക് വെളിപ്പെടും. So all the things of heaven will be revealed to us through the Holy Spirit. ആ വെളിപ്പെടുന്നതായ കാര്യങ്ങൾ ലോകത്തിൽ വിപണിയിൽ എത്തിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങൾ വേലക്കാരാണ്. Yeah, we are all workers. So we have to, whatever we receive, we need to carry it to others. ഇതാണ് യേശു ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. This is the joy that Jesus desires. എന്റെ ആത്മാവിനെ നൽകിയത് കൊണ്ട് അവൻ ഓരോ വ്യക്തിയുടെയും പ്രവൃത്തി കാണുമ്പോഴാണ് യേശു സന്തോഷിക്കുന്നത്. So when Jesus sees different works of different people, that is the time Jesus rejoices. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നടക്കുന്നത്. യേശു സന്തോഷിക്കുന്നു, പിതാവ് സന്തോഷിക്കുന്നു, പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നു. So what happens that time? Jesus is happy, the Father is happy, the Holy Spirit is happy. പരിശുദ്ധാത്മാവിന് നൽകിയ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് യേശുവിനെ കാണിക്കുന്നില്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അപ്പോഴും നടക്കുന്നു. മൂന്ന് വ്യക്തിത്വങ്ങൾ ദുഃഖിക്കുന്നു. So when one who has received the Holy Spirit and he doesn't show others to Jesus, or doesn't show Jesus to others, the Father becomes sad, Jesus becomes sad, and the Holy Spirit becomes sad. പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എപ്പോഴും തിടുക്കമുള്ളവരായിരിക്കണം, തുടിപ്പുള്ളവരായിരിക്കണം. Yeah, we should be always vibrant and excited to make the Holy Spirit happy. ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കണം പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കാനായിട്ട്. I should be always ready to make the Holy Spirit happy. ഓരോ വ്യക്തികൾ ഇങ്ങനെ തീരുമാനിക്കണം, എന്നിലുള്ള പരിശുദ്ധാത്മാവിനെ സദാ ഞാൻ സന്തോഷിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ളവനാണ്. Every one of us has to think that, do I make the Holy Spirit happy inside me? അപ്പോഴാണ് 30, 60
100 മേനി ഫലമായി എന്നിൽ രൂപപ്പെട്ടു വരാനായിട്ട് പരിശുദ്ധാത്മാവിന് സാധിക്കുകയുള്ളൂ. So then only there will bear the fruit of 30, 60 or 100. ഓരോ വ്യക്തിയെയും നോക്കിയിട്ടാണ് പരിശുദ്ധാത്മാവ് ഇവന് എത്രമാത്രം, അതായത് 30 ആണോ 60 ആണോ 100 മേനിയാണോ ഇവന് ഫലം കൊയ്യാനായിട്ട് സാധിക്കുക എന്ന് ഓരോ വ്യക്തികളെയാണ് ദൈവാത്മാവ് നോക്കുന്നത്. അത് എന്റെ ഇച്ഛയാണ്. Yeah, so the Holy Spirit looks at people and comes to know whether they'll be able to harvest 30 or 60 or 100. Yes. ഓരോ വ്യക്തിയെയും പരിശുദ്ധാത്മാവ് പഠിക്കുകയാണ്. So each and every one, the Holy Spirit continues to teach. ഇവന് 30, ഇവന് 60, ഇവന് 100 എന്ന് നിശ്ചയിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. So it is the Holy Spirit who decides 30, 60 and 100 for different persons. ഇത് ഇത്തരത്തിൽ വേല ചെയ്യുന്ന അവർക്ക് കിട്ടുന്ന സമ്മാനങ്ങൾക്കും വ്യത്യാസമുണ്ട്. Yeah, all those who work like this, they get different kinds of rewards from God. അതുകൊണ്ട് യേശു പറഞ്ഞത്, വിജയം വരിക്കുന്നവന് ഞാൻ ഇന്നത് ചെയ്യുമെന്ന് വെളിപാട് പുസ്തകത്തിൽ മുന്നമേ ക്ലാസ്സുകളിൽ, ജോയ് ബ്രദറിന്റെ ക്ലാസ്സിൽ നമ്മൾ കേട്ടിരുന്നു. വിജയം വരിച്ച് സ്വർഗത്തിൽ എത്തുന്നവർക്ക് സമ്മാനങ്ങളുണ്ട്, പല വിധത്തിലുള്ള സമ്മാനങ്ങൾ. So those who overcome and reach heaven, they are given rewarded in very different ways. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കും, അയ്യോ കുറച്ചും കൂടെ എനിക്ക് കർത്താവിന് വേണ്ടി ജ്വലിക്കാമായിരുന്നല്ലോ എന്ന്. So that time you might think, oh, I should have become more vibrant for the Lord. ഇപ്പോഴാണ് അതിന് ചാൻസ്, ഇപ്പോഴാണ് ചെയ്യേണ്ടത്. Now is the time and now is the chance. അപ്പോൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല, ഇപ്പോൾ അത് പ്രവർത്തിക്കണം. At that time, becoming sad is of no use. Now you have to work. ഇതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ഇത്തരത്തിലൊരു ടോക്കിനെ ഇത്തരത്തിലൂടെ കൊണ്ടുപോകുന്നത്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. That is why we are listening to this talk today. പരിശുദ്ധാത്മാവ് അതിയായി ആഗ്രഹിക്കുന്നു നിങ്ങൾ വലിയ സമ്മാനങ്ങൾ സ്വർഗത്തിൽ വാങ്ങണമെന്ന്. So the Holy Spirit is desiring that we should receive great rewards from heaven. എല്ലാവരും 100 മേനി ഫലം വാങ്ങണമെന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. The Holy Spirit is desiring that all of us must receive 100% harvest. പക്ഷെ മനുഷ്യ ഹൃദയങ്ങൾക്ക് പരിധികൾ വരുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് 100 മേനിയിലേക്ക് വളർത്താൻ പറ്റാതെ പോകുന്നത്. And because there are so many limitations in the heart, the Holy Spirit is not able to lead us to 100% harvest. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലും മനുഷ്യന്റെ ചെയ്തികളിൽ ബ്ലോക്ക് വരും. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി, ഇത്രയും പ്രവർത്തിച്ചാൽ മതി എന്നൊരു ഇഷ്ടം എന്നിൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അതിനപ്പുറം മൂവ് ചെയ്യില്ല. Yeah, because we have limitations in the heart and we say, oh, I need to pray only so much, so little. I need to pray so much only. So then beyond that, the Holy Spirit cannot do anything. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്, ഞാൻ നിന്നെ 100 മേനി ഫലത്തിലേക്ക് വളർത്താൻ ആഗ്രഹിക്കുന്നു, നീയും അത് ആഗ്രഹിക്കണം. So that the Holy Spirit desiring to lift you up to 100% harvest. You should also desire that to happen. നിന്റെ ആഗ്രഹവും എന്റെ ആഗ്രഹവും ഒന്നാകുമ്പോഴാണ് കൂടുതൽ ഫലം ചൂടുക. So when your desire and my desire become one, then we shall bear more fruit. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് നടക്കുന്നത്. And that is why the Holy Spirit continues to carry us. Hallelujah. ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ഇത്തരത്തിൽ സ്വീകരിക്കാൻ, അതായത് അധികമായി സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ 100 മേനി ഫലം എന്നിൽ പുറപ്പെടുവാനുമായിട്ട് നമുക്ക് അല്പനേരം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അധിക ശക്തി വർഷിക്കുവാൻ, ഓരോ വ്യക്തികളിലും രൂപപ്പെടുവാനായിട്ട് നമുക്ക് അല്പനേരം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ ശക്തി പ്രാപിച്ചെടുക്കാം. Yeah, so for some time we'll pray now so that we'll receive more of the power of the Holy Spirit in our life, so that we can bear 100, we can receive 100% harvest. So we'll pray for some time. You all can unmute or open up the videos and all, we can all pray together. Okay, brother. Okay.
Almighty God, we pray for Almighty God. Lord, pray for Almighty my Lord, my Lord. Upon this group, Lord. Lord, our hearts, Lord. Pray, Lord, we pray, Lord, we pray, Lord. Jesus, Lord, wash us, Lord, purify. Holy, hearts, Holy, sanctify us, Lord. We pray, Lord, we pray, Lord, pour out the Holy Spirit, Lord. The Holy Spirit, of holiness, Lord. In the name of Jesus, pray, Lord. Change, Lord. The bodies, Lord. In the name of Jesus, pray, Lord. Lord, God, mighty God. Open our feet, Lord. Hearts to worship, Lord. Open the heart and hearts. Worship, Lord. Body, worship, Lord. Worship, Lord. Jesus, we pray, Lord. We pray, Lord. The root cause of sin, Lord. Oh God, mighty God, we pray, Lord. Cleanse us, Lord. Pray, Lord. Oh Jesus, we pray, Lord. Pray, Lord. Each and every member praying right now, Lord.
Father, the Holy Spirit, the Holy Spirit, Father, the Holy Spirit, Hora Balaka Bahira Bashira Kabarabari, Hana Lord, Kabahira Bashira Hana Bakala Kabahira Bashira Kabarabari. Praise you, Jesus, praise the Holy Spirit. Hora Balaka Bahira Bashira Lakabara Hana Bakala Hana Bakabahira Bashira Kabarabari. Bashira Bab, Bahira Bashira Bab. Lord, Hora Balaka Bahira Bashira Kabarabari. Cleanse us, Lord. Yes, Lord. Purify us, Lord, to bear more fruit. Purify us, Lord. Purify us, Lord. Hora Balaka Bahira Bashira Hana Bakala Kabarabari. Hana Bakala Kabarabari. Bahira Bashira Kabari. Prepare, Lord. Glorify, upon all the family members. Their hearts make all the changes. Lord, break, Lord, deliverance, wind of deliverance, fill them, Lord, fill them with Lord, into fruit, Lord, increase our capacity, Lord. The Holy Spirit, increase our capacity, Lord. Increase our capacity, Lord. Clear, Lord, for the entire family, clear, Lord. For the entire family, Lord. The holy bread upon this roof, Lord. Holy from the heart, Lord. Family, clear, Lord. Evil one, Lord. Crush the Satan, Lord. You are revealed for this, Lord. The works of the evil one. Lord, find the Lord. Lord Almighty God. Oh Jesus, Jesus, we bind the Lord. The bind will be done, Lord. Shut the Lord, and no one can open. And no one can shut the Lord. Praise the Lord, praise the Lord. Oh Jesus, of kings, Lord of lords. You are the anointed one, Lord. Deliver, Lord. Pray, Lord. Mercy upon these people, Lord. Surpass all understanding, Lord. Father, praise you, Jesus. Praise
Mighty God, we come to you, Lord. To the most, Lord. Because of us, Jesus. Rabashiraba, Hirabashiraba, Hiraba, Rabashiraba. Speak, Lord. Faith, Lord, increase our faith, Lord. Pray, Lord. Wash us. Use us, Lord. To obey you at all times. Sharada Shirala Baruka kabarabarabaraba. Dabara Ahirabashirala kabarabarabaraba. May we always Praise you, Jesus. Praise you, Lord. Worship you, Father. Worship you, Jesus. Worship you, Lord. Hora balaka bahira bashira laka barabarabaraba. Hora balaka bahira bashira laka barabarabaraba bashira. Father, praise you, Jesus. Praise so you, Lord. Hora steadfast balaka in our bahira faith, bashira Lord. laka I barabarabaraba pray for bashira laka each one of barabarabaraba. us, Lord. Shakarada Barida Father, praise you, Barika Jesus. Praise you. Worship you, Lord. Glory, 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 glory. Glory, glory, Lord. Hallelujah. Thank you, Lord. Be to you, Lord. You deserve glory be to you, Lord. To the power, source of the glory, Lord. Hora balaka bahira bashira laka barabarabaraba. Alaga hora bashira laka barabarabaraba. Praise you, Lord. Praise you, Lord. Praise you, Lord. You are the true one. Thank you, Lord. Buda bari karada barula bari kata barula kala bari Buda bashi karada Bashiraba. Shiraba. Bashiraba. Ila kala barula kala Yes, Lord. Kaliba. Presence of God. Alakabahiraba. Harabashira lakabarabarabarabari. Holy Spirit. Mahora kala lakabarabarabarabari. barula bari karada barula kala Lakabarabarabarabari. Father, praise you, Thank you, Jesus. Lord. Make us vigilant, Lord. Abalakabahira Shakarida bashira barila kala lakabarabarabarabari. bari kata barula kala bari Abalakabahira bashira lakabarabarabarabari. Hallelujah, hallelujah, Father, praise you, hallelujah, Jesus. Praise you, Lord. Hora balakabahira bahira bashira lakabarabari. Glory, 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 glory. Shikara balakabahara bahira bashikabari. We praise you, praise you, praise you. Praise you, Jesus. Kabari. Praise you, Lord. Hora balakabahira bahira 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 bashira lakabarabari. Hora balakabahira bashira unbelief ba. heart, Lord. Karuda barila kala barula tabarila barika tabarila Hora balakabahira bahira bashikabari. Praise you, Jesus. Bahira bashikala lakabarabari. Bashira ba. Bahira 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 bahara bahara kabara bahara barabari. Praise you, praise you. Hora balakabahira Jesus, Jesus, bashikabari. Bashira ba. Jesus, Jesus. Ba. Bahikara lakahora Lord, balakabara bahira bashira kabara. make it like nothing. Lord. Make it like nothing. Ola kala barila barila kala barila Shikala kabara barabari. Oh, Holy Spirit, Holy Spirit. Quicken us, Lord. Quicken us, Lord. Open all the spiritual lights, Lord. Balakabahi. Break all the Lord. Lord. Close the Hora balakabahira bashika bahara bahara bahira bashira Please, bahara Lord, with your barabari. wisdom. Praise you, 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 praise you. Praise you, praise you, praise you. Barabari. And Lord, in many spirit, Lord, in all spirit, Lord, even your faithful spirit, Lord, in your heart. So anyone want to share any of your experience, you can share. The experience that you got now, not yesterday, not. So yesterday night, if you had any experience you have not shared, you can share. ഇന്നലെ വൈകിട്ട് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങൾ ആര് പങ്കുവച്ചില്ലെങ്കിൽ അത് പങ്കുവെക്കുക കേട്ടോ.
Yes, dear brother, can I talk? Yeah. Brother, yesterday while praising, I was feeling some obstruction. I was yawning. Today, I could praise freely and feel comfortable. Praise God. Yeah, thank you. God bless. Praise God for that. Brother Malayalam translation. Yeah, he says that yesterday he was not able to pray with. Yeah, ഇന്നലെ ആൾക്ക് നല്ലൊരു സ്തുതിക്കാൻ സാധിക്കുന്നുണ്ടായില്ല. കുറെ കോട്ടുവായി വരാറുണ്ടായിരുന്നു പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് ആൾക്ക് നല്ലതായിട്ട് സ്തുതിക്കാൻ സാധിക്കുന്നു. Sapna is there, no? So anybody else want to share anything? You can share. I like baby brother's talk. There's so much of revelation. He speaks from his heart. I know him because he's a person unknown. So there are a lot of unknown people who are walking very close to God. They'll be driving trucks, they'll be driving auto, they'll be working in agriculture field, and we may not know them, but they walk with God very deeply than any of us. Yeah. Anybody, sister? Anybody want Annie? You want to share anything? Dipti? Yes, brother. I saw the Bible and 3 pens. 3 Pens. 3 pens. pens. Yeah. Yes. And then some letters in Japanese. And in front, I saw 100. Okay. And കണ്ട ദർശനം ഇതായിരുന്നു. ഒരു ബൈബിൾ കണ്ടു, പിന്നെ 3 പാനൽ കണ്ടു, ജാപ്പനീസ് ഭാഷയിൽ എന്ത് എഴുതി വെച്ചെന്ന് കണ്ടു, പിന്നെ കണ്ടത് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് 100 എഴുതി വെച്ചിരിക്കുന്നത് കണ്ടത്. And the 3 pens reveal Trinity, wholeness, and power. Yeah. So 3 പാനൽ ഒരു പ്രതീകം ഇതാണ്, തൃത്വമാണ്, പിന്നെ ശക്തിയും, പിന്നെ ഐക്യമാണെന്ന് തോന്നുന്നു. കറക്റ്റ് വാക്കാൻ ശ്രദ്ധിച്ചില്ല. തൃത്വവും, പിന്നെ ശക്തിയും, പിന്നെ പൂർണ്ണത, ഹോൾനെസ്. Anybody else want to share anything? Brother? Praise Yeah. the Lord, brother. Praise the Lord. Yesterday when we were praying, I forgot to mention these words, Ruwa Ramak. What does it mean, brother? That we have to ask. Tomorrow Joy brother will be there. You can ask. Okay. Okay, brother. Okay, and also... And especially told that you should pray for him. Tomorrow he'll be there. Okay. And also in the morning for the continuation of the ministry, Jesus, he told me that my ministry will take place in Singapore, and I'll be preaching, and this I got when I was consecrating myself to the Lord today morning. And then today, and then today when we were praying in tongues, I felt heat on my head and hands, and Jesus said there's a special anointing coming on me. Also, Jesus, he showed me a long white sheet, but I don't know what it means. Yeah. What does it mean, brother? Ask the Holy Spirit. Okay, and then he That is the best. Okay, Holy Spirit, he wrote some Greek words. But the meaning I got was Jesus is King and Lord of Lords. And then Jesus, he stood in front of me with 2 white rays from both the hands with my eyes open. And then with my eyes closed, I saw a vision of Jesus saving a lady from an accident. And then I saw a vision of Jesus putting strong golden light rays on my eyes, very strong golden light rays on my eyes. These are my experience. Thank you, Jesus. Praise you, Jesus. So anybody else where the Pangu Bakanundo? Praise the Lord, brother. Nearly 1 month back,
around 1 month back, I started to pray in tongues, but I had a doubt, so I stopped praying in tongues. And like yesterday and today, I was busy during that. I was listening to the talk, but doing work. I was like cooking, and I was traveling. Then I came home and I was cooking. Even yesterday and today, but today when we are praising. I was able to pray in tongues. Even there, from the church, when I left the church only by 8:50, but there itself, I was speaking. I was speaking to one Anna and Akka, like the brother, one husband and wife, and then it just came there. I was very happy with the Catholic apologetics. So I praise and thank the Lord. Praise you, Jesus. Anybody else want to share anything? Anybody got questions regarding the talk today? Could you please explain about what the Holy Spirit does during the sleep? Yeah, that he has to tell. So what he's trying to tell is, see, when we are asleep, our spirit is awake. Our human spirit is awake. Awake, yeah. So that is what we have to understand. And that human spirit can come out of your body, go to somewhere else and pray for somebody and come back. Yeah. I think Jeremiah had an experience of this. In sleep, she spoke in tongues. Yes, Jeremiah? Yes, brother. I prayed for like at least 20 minutes, it seems. And Yeah. that day there was a lightning that has struck our house, but just an inch it fell outside the wall. Had it fallen a little inside, my sister-in-law wouldn't have been alive. And I didn't know. My brothers heard me praying good 20 minutes, and I ended with in the name of the Father, the Son, and the Holy Spirit. Yes. So when you are already one with the Lord, and then when you're sleeping, your spirit will be awake. The spirit will be praying for you, praying for others, praising and worshipping the Lord, praying according to the will of God, and doing many other things as the Holy Spirit wills. That's why I think Brother Lawrence said, I think brother who wrote the book Practicing the Presence of the Lord said that the saints grow even though they sleep. Yeah. So they grow spiritual even though they sleep. Anybody else got any other questions regarding today's talk? നിങ്ങൾക്ക് ആരും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിന്റെ കാര്യത്തിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. Anybody got any questions? Okay, so now we'll pray for Joy brother. Tomorrow he'll be speaking. So we say special anointing to come upon him. Let's all praise God for some time. Everybody unmute and we'll all praise and worship for the Joy brother for 2-3 minutes. And then we can wind up. Let's all pray. Hallelujah. Thank you, Lord.
Brother, you're on mute. See, we all have to remember that God is calling all of us to keep growing and to grow up spiritually. നമ്മൾ എല്ലാവരും ഒരു കാര്യം ഓർക്കണം, കർത്താവ് നമ്മൾ എല്ലാവരും ക്ഷണിക്കുകയാണ്, വളരാൻ ക്ഷണിക്കുന്നു. We are all being called to grow spiritually. If you are not growing spiritually, what is going to happen is the past will come back to you. നമ്മൾ വളർന്നില്ലെങ്കിൽ കാലകാല ജീവിതത്തിലുണ്ടായ പാവങ്ങൾ, പാവത്തിന് ഓർമ്മകൾ, കാലകാല ജീവിതത്തിലുണ്ടായ അശുദ്ധികളെല്ലാം നമ്മൾ ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നമ്മൾ കർത്താവിൽ വളർന്നില്ലെങ്കിൽ തിരിച്ചു വരും. So always understand this. So don't try to remain always a baby. Desire the meat from God, not only milk. All the years you have been drinking milk and acting like a baby, now we have to eat meat, strong food. നമ്മൾ വർഷങ്ങളായി പാൽ കുടിച്ചാണ് വളർന്നത്. അപ്പൊ കട്ടിയായ ഭക്ഷണമാണ് ഇപ്പൊ നമുക്ക് ആവശ്യമാണ്. കട്ടിയായ ഭക്ഷണം ആഗ്രഹിക്കുക, കട്ടിയായ ഭക്ഷണം കിട്ടുമ്പോൾ സ്വീകരിക്കുക, അത് ഭക്ഷിക്കുക. അപ്പോൾ നമ്മൾ വളരും കർത്താവിൽ. Then we will grow in the Lord when we eat the meat of the word. So don't expect one baby talks all the time. Now high time to get up and get into full stature of Christ. Okay, so God bless everybody. We'll meet tomorrow. Praise God bless, brother. the Lord. Thank you, brother. Praise the Lord. Praise Praise the Lord. Hallelujah. Hallelujah. ഇപ്പൊ നമുക്ക് നാളെ കാണാം. ജോയ് ബ്രദർ നാളെ ഉണ്ടായിരിക്കും. Joy brother will be there tomorrow. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.